സൗദി അറേബ്യയിലെ വൻ വ്യവസായിയായ ആലിംഗ് മുഹമ്മദിനെ ശനിയാഴ്ച വൈകിട്ട് ഒരു സംഘം ആൾക്കാർ തട്ടിക്കൊണ്ടുപോയി. അദ്ദേഹം വിദ്യാഭ്യാസ രംഗത്തും അതുപോലെ തന്നെ ഹോസ്പിറ്റലുമൊക്കെ ധാരാളം നടത്തുന്ന ഒരു വ്യക്തിയാണ്. ആലിംഗ് മുഹമ്മദ് ആലി എന്നാണ് അറിയപ്പെടുന്നത്. 68 വയസ്സുണ്ട്. കാളികാവ് പൂങ്ങോട് വലിയ പീടിക്കൽ മുഹമ്മദ് ആലി ഇന്നലെ ശനിയാഴ്ച അദ്ദേഹം കാളികാവ് വീട്ടിൽ നിന്നും നെടുമ്പാശ്ശേരി എയർപോർട്ടിലേക്ക് പോവുകയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഡ്രൈവറുണ്ട്. അദ്ദേഹത്തിൻ്റെ കാറിൽ പോകുന്ന വഴിക്ക് കോഴിക്കാട്ടരി പാലത്തിന് സമീപത്ത് വെച്ച് ഈ കാറ് തടഞ്ഞു. ആ കാറിൻ്റെ മുമ്പിൽ മറ്റൊരു കാർ വന്ന് ക്രോസ് ചെയ്ത് ബ്ലോക്ക് ചെയ്തു. അതിനുശേഷം ആ 4 പേര് മുഖംമൂടി ധരിച്ചിട്ടുണ്ടായിരുന്നു. ആളെ അറിയാൻ ബുദ്ധിമുട്ട് എങ്കിലും ഗ്ലാസ്സിലെ മുഹമ്മദ് അലിയുടെ ഗ്ലാസ് എ സി കാറിൻ്റെ ഗ്ലാസ് വെടിവെച്ചിട്ടു, പൊട്ടിച്ചു. അതിനുശേഷം അദ്ദേഹത്തിനെ ആ വാഹനത്തിൽ നിന്ന് ഇറക്കി മറ്റൊരു വാഹനത്തിൽ കയറ്റി അവർ തട്ടിക്കൊണ്ടുപോയി. ഡ്രൈവർക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. ഏതായാലും കാളികാവ് പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി ഇതിന് നടപടി സ്വീകരിച്ചിട്ടുണ്ട്. ഈ സംഭവം കേരളത്തിൽ ഇതേ രീതിയിലുള്ള സംഭവങ്ങൾ വളരെ റയറായിട്ട് നടക്കുന്ന കാര്യങ്ങളാണ്. സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇത്ര ബോംബെ അധോലോകത്ത് കാണുന്നത് പോലെ കാറ് തടഞ്ഞ് നിർത്തുന്നത് ക്രോസ് ചെയ്ത് മറ്റു വണ്ടിയിൽ വരും. ചിലപ്പോൾ 1 2 വണ്ടി ഉണ്ടാവും. അതിൽ നിന്നിറങ്ങി തോക്ക് ചൂണ്ടി ആളെ വെടിവെച്ച് കൊല്ലുകയോ അല്ലെങ്കിൽ തോക്ക് ചൂണ്ടി ആളെ ആ കാറിൽ നിന്ന് അവരുടെ കാറിലേക്ക് കയറ്റുകയോ ചെയ്യുന്ന കാഴ്ച കേരളത്തിൽ കഴിഞ്ഞ ശനിയാഴ്ച ഉണ്ടായി. ചാലിശ്ശേരി പോലീസ് അടിയന്തര നടപടികൾ സ്വീകരിച്ചു. ഏതായാലും അദ്ദേഹത്തിനെ അതിക്രൂരമായി മർദ്ദിച്ച ശേഷം ഇന്നലെ അദ്ദേഹത്തിനെ കണ്ടെത്തി. വ്യവസായി ആയ മുഹമ്മദ് അലിയെ അവരെ വളരെ ക്രൂരമായി മർദ്ദിച്ച് പരിക്കുകളാണ് ഒരു വീട്ടിൽ കണ്ടെത്തിയത്. കോതക്കുറിശ്ശിയിലെ ഒരു വീട്ടിൽ നിന്നാണ് അദ്ദേഹത്തിനെ കണ്ടെത്തിയത്. ദേഹാസകലം പരിക്കുണ്ട്. സാമ്പത്തിക ഇടപാടാണോ എന്താണെന്നറിയില്ല, ആരാണെന്ന് വ്യക്തമായിട്ടില്ല. എങ്കിലും കാളികാവ് പോലീസ് CCTV ദൃശ്യങ്ങളെല്ലാം ശേഖരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അവർ വന്ന വാഹനത്തിൻ്റെ വിവരങ്ങൾ ലഭിച്ചു എന്നാണ് മനസ്സിലാകുന്നത്. കോതക്കുറിശ്ശിയിലെ ഒരു വീട്ടിൽ നിന്ന് ഏതായാലും പരിക്കേറ്റ് കിടന്ന ആലിംഗൽ മുഹമ്മദ് അലിയെ കണ്ടെത്തി. അദ്ദേഹം ജീവനോടെ ഇരിക്കുന്നു. 68 വയസ്സ് പ്രായമുള്ള വ്യക്തിയാണ്. വൻ വ്യവസായിയാണ്. സൗദി അറേബ്യയിലും മലപ്പുറത്തും പാലക്കാട്ടും ഒക്കെ അദ്ദേഹത്തിന് ധാരാളം ബിസിനസ് സ്ഥാപനങ്ങളുണ്ട്, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട്, ഹോസ്പിറ്റലുകളുണ്ട്. എന്തിനാണ് അദ്ദേഹത്തിനെ തട്ടിക്കൊണ്ടുപോയി, ആരാണ് ഇതിൻ്റെ പിന്നിലെന്ന് ഇതുവരെ വ്യക്തമായിട്ടില്ല. എങ്കിലും ആളെ ജീവനോടെ ലഭിച്ചു ഇത് വളരെ അധികം സന്തോഷകരമായ കാര്യമാണ്. കേരളത്തിൽ ഇതുപോലുള്ള തട്ടിപ്പുകളൊന്നും വളരെയധികം റിപ്പോർട്ട് ചെയ്തിട്ടില്ല. എങ്കിലും ഇതേ രീതിയിൽ കോഴിക്കോട്ടെ ഒരു വ്യവസായി ഒരു റിയൽ എസ്റ്റേറ്റുകാരനെ തട്ടിക്കൊണ്ടുപോയ ആരോപണം നമുക്കറിയാം. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്ന് അടുത്ത് നിന്ന് എങ്ങനെ തട്ടിക്കൊണ്ടുപോയിട്ട് ഇന്ന് വരെ യാതൊരു വിവരവുമില്ല. അങ്ങനെ ചില മിസ്സിംഗ് ആയ ആൾക്കാരുണ്ട്. അവരെല്ലാം കൊന്നൊടുക്കി എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇവിടെ അതേ രീതിയിൽ ഏതായാലും പരിക്കേറ്റ് കിടന്ന ഈ ആ വീട്ടിലെ പോലീസ് കണ്ടെത്തിയില്ലായിരുന്നെങ്കിൽ, അയാൾ അവിടെ കിടന്നെങ്ങാനും മരണപ്പെട്ടു പോയിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ചിലപ്പോൾ ആളെ ബോഡി പോലും കിട്ടൂലായിരുന്നു. എന്തായാലും കാളികാവ് പോലീസ് അത് ലൊക്കേറ്റ് ചെയ്ത കാര്യം നല്ല കാര്യം. ജീവനോടെ ആ വ്യവസായിയെ തിരിച്ചു കിട്ടി. എങ്കിലും ഇതിൻ്റെ പിന്നിൽ ആരാണ് എന്ന് അദ്ദേഹത്തിനെ ചോദ്യം ചെയ്യുമ്പം തീർച്ചയായിട്ടും അറിയാവുമെന്ന് ഞാൻ കരുതുന്നു. ഡ്രൈവറെ ചോദ്യം ചെയ്തിട്ടുണ്ട്. അവരുടെ കാറിലെ ബാക്ക് സീറ്റിലെ ഡോറിൽ ഒരു വെടിയുണ്ട കയറിയ പോലെ കാണാം. എങ്കിലും കേരളത്തിൽ ഇതുപോലുള്ള സംഭവങ്ങൾ വളരെ ചുരുക്കമായിട്ടാണ് നടക്കുന്നതെങ്കിലും അതിനും കേരളത്തിലെ ആൾക്കാർ തയ്യാറാകുന്നുണ്ട്. പണത്തിന് വേണ്ടി ആരെയും തട്ടിക്കൊണ്ടുപോകും, ആരെയും കൊലപ്പെടുത്തി തെളിവ് നശിപ്പിക്കാനായിട്ട് ബോഡി പല സ്ഥലത്തും അവർ കുഴിച്ചിടും. അല്ലെന്നുണ്ടെങ്കിൽ അത് ഛിന്നഭിന്നമാക്കി കളയുന്ന സംഭവങ്ങളൊക്കെ കേരളത്തിൽ ധാരാളം റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഏതായാലും ഇതിനെ സംബന്ധിച്ച് കാളികാവ് പോലീസിൻ്റെ അടുത്ത നീക്കം എന്താണെന്ന് അറിയില്ല. വിവരങ്ങൾ ലഭ്യമല്ല. അടുത്ത് തന്നെ ആ വിവരങ്ങൾ ലഭ്യമാകും എന്ന് ഞാൻ കരുതുന്നു.